എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. അയ്യപ്പസ്വാമിയുടെ അത്ഭുതങ്ങളുടെ 3-ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. നമുക്ക് അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കാം. അവിടുത്തെ പ്രസിദ്ധമായ വല്യണ്ണ എന്ന ഔഷധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ എത്തി ഈ ഔഷധം സേവിച്ച പലരും രോഗം ഭേദമായി പോകുന്നത് നേരിട്ട് കണ്ട് ബോധ്യമായ കാര്യമാണ്. വാതരോഗത്തിനുള്ളതാണ് ഈ വല്യണ്ണ. ആ വല്യണ്ണയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് ആദ്യം കേൾക്കാം. വല്യണ്ണയുടെ ഉത്ഭവം ക്ഷേത്രകാര്യങ്ങൾ നടത്തിയിരുന്നത് നാട്ടുകാരുടെ ചുമതലയിലായിരുന്നു. ഇപ്പോൾ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തുന്നു. എങ്കിലും നാട്ടുകാരുടെ വലിയ സഹകരണവും ഉണ്ട്. ഇതെല്ലാം പണ്ട് നടത്തിയിരുന്നത് ക്ഷേത്രകാര്യക്കാരനും കലവറക്കാരനുമായിരുന്ന തകഴിയോട് ചേർന്ന് ചമ്പക്കുളം എന്ന സ്ഥലത്തെ മാടവനെ എന്ന ഒരു പുരാതന നായർ തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹം വലിയൊരു അയ്യപ്പ ഭക്തൻ തന്നെയായിരുന്നു. തൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വരുമാനം കുറവായതിനാൽ ക്ഷേത്രകാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടത്താൻ കഴിയാതെ അദ്ദേഹം വളരെ വിഷമിച്ച് അയ്യപ്പനോട് തന്നെ അതിനൊരു പരിഹാരം കാണിച്ചു തരണേ എന്ന് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ നിദാന ചടങ്ങുകളെങ്കിലും നടത്തിത്തരാൻ കനിയണമെന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞതാണ് പ്രസിദ്ധമായ വല്യണ്ണ. പിന്നീട് ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. ഇന്നും അതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു വരികയാണ്. അത് എങ്ങനെയെന്ന് കേൾക്കാം. ഒരു ദിവസം ഭക്തനായ കലവറക്കാരനെ സ്വപ്നത്തിലൂടെ എണ്ണ ഉണ്ടാക്കുന്നതിനാവശ്യമായ ഔഷധ സസ്യങ്ങൾ, അത് നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ തൂക്കം, അവ കൊണ്ടുവരേണ്ട വിധം, അതിൽ ചേർക്കേണ്ട എണ്ണകളുടെ പേരുകൾ, അളവ്, കഷായക്രമം എല്ലാം തന്നെ വിശദമായി സ്വപ്നത്തിലൂടെ വിശദമാക്കി കൊടുത്തു. ഇതെല്ലാം ഭഗവാന്റെ അരുളപ്പാട് തന്നെയെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എണ്ണ കാച്ചാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം. 84 കൂട്ടം പച്ചമരുന്നുകൾ ഓതർമലയിൽ നിന്നും, 64 കൂട്ടം അങ്ങാടി മരുന്നുകളും, ഇനിയും ഇതിനാവശ്യമായ എണ്ണകൾ, നല്ലെണ്ണ ഒഴിച്ച് ബാക്കി മരോട്ടി എണ്ണ, ഓടലെണ്ണ, കരിഞ്ഞോട്ട എണ്ണ, ആവണക്കെണ്ണ, പഴയ വെളിച്ചെണ്ണ തുടങ്ങിയവ. കൂടാതെ വിശേഷമായി ചിലത് കൂടിയുണ്ട്. പെരുമ്പാമ്പിൻ്റെ നെയ്യ്, ഗോമൂത്രം, മറ്റു ചിലത്. ഇതെല്ലാം സംഭരിച്ച് മണ്ഡപത്തിൽ വയ്ക്കണമെന്നാണ് നിർദ്ദേശം. വേണ്ടാത്തവ മണ്ഡപത്തിന് താഴെ ഇട്ടിരുന്നുവെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എണ്ണ കാച്ചാൻ തുടങ്ങി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭഗവാൻ അന്നന്ന് സ്വപ്നത്തിലൂടെ തീർത്തു കൊടുക്കാറുണ്ടത്രേ. എണ്ണ കാച്ചുന്ന സമയം ആ പരിസരം മുഴുവൻ എണ്ണയുടെ ഗന്ധമായിരിക്കും. അമ്പലത്തിൽ നിന്നും കിട്ടുന്ന തീർത്ഥത്തിനും പോലും വല്യണ്ണയുടെ രസമാണ്. 41 ദിവസം തികയുന്ന അന്ന് അയ്യപ്പന് നേദിക്കുന്ന ശർക്കര പായസം വാങ്ങുമ്പോൾ എണ്ണയും പാകമായി എന്ന് കരുതാം. ആ പായസത്തിനും എണ്ണയുടെ മണം തന്നെയായിരിക്കും. 41ാമത്തെ ദിവസമാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പായസം വാങ്ങുമ്പോൾ എണ്ണയും വാങ്ങാം. അങ്ങനെ ക്ഷേത്രത്തിൽ ധാരാളം വരുമാനമുണ്ടായി. വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇപ്പോഴും എണ്ണ കുടിക്കാൻ എത്താറുണ്ട്. ഇത് ആർക്കും കയ്യിൽ കൊടുത്തു വിടുകയില്ല. കാരണം ഇതിൻ്റെ പഥ്യം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്, ഭക്തിയോടെയും ചെയ്യേണ്ടതാണ്. പഥ്യം തെറ്റാതെയും ഈ ഔഷധം സേവിച്ചാൽ വാതരോഗങ്ങൾ മാറും. നടക്കാൻ വയ്യാതെ എടുത്തുകൊണ്ട് വന്നവർ നടന്നു പോകുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവസ്ഥയാണ് ഞാൻ. ഔഷധം കഴിക്കേണ്ടവർ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ട് വേണം വരാൻ. തലേദിവസം വന്ന് തൊഴുത് ദേവസ്വം ഓഫീസിൽ വിവരം അറിയിക്കണം. രോഗത്തിൻ്റെ കാഠിന്യം, രോഗിയുടെ ആരോഗ്യനില എന്നിവ കണക്കിലെടുത്താണ് മരുന്ന് കഴിക്കേണ്ടത്. ചിലർ നാഴി എണ്ണ വാങ്ങി 5 ദിവസം കൊണ്ട് കഴിക്കും. രാവിലെ മാത്രമാണ് ഔഷധം കഴിക്കുക. ചിലർക്ക് അതിൻ്റെ പകുതിയെ കഴിക്കാൻ പറ്റുമെന്നവർ തന്നെ പറയും. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് കഴിക്കും. അങ്ങനെ കുറച്ച് മാസങ്ങൾ ഇടവിട്ട് കഴിക്കണം. തലേ ദിവസം എണ്ണ വാങ്ങി വയ്ക്കും. പിറ്റേ ദിവസം കുളി കഴിഞ്ഞ് നടയിലെത്തി ഭഗവാനെ വണങ്ങി എണ്ണയുമായി ആനക്കൊട്ടിലിൽ നടയ്ക്ക് നേരെ വന്നിരിക്കണം. അപ്പോൾ കലവറക്കാരനോ അതിനായി നിശ്ചയിച്ചിരിക്കുന്ന ആളോ വാങ്ങിയ എണ്ണയുടെ 5-1 ഭാഗമെടുത്ത് വാഴക്കൂമ്പിൻ്റെ പോളയിൽ ഒഴിച്ച് രോഗിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. രോഗിയുടെ അണ്ണാക്കിലേക്ക് ചെല്ലുന്നതുകൊണ്ട് പല്ലിനും വായിലും ഒന്നും പറ്റിപ്പിടിക്കില്ല. കൂടാതെ പാത്രത്തിൽ പറ്റിപ്പിടിക്കുകയുമില്ല. ഇപ്പോൾ ഗോകർണത്തിൽ കൊടുക്കുന്നത് കാണാറുണ്ട്. ഇതിൻ്റെ സ്വാദ് പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലരും ഇന്ദുപ്പും കുരുമുളകും കൂടി വായിലിട്ട് ചവച്ചിറക്കും. ഈ വല്യണ്ണ വായിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വല്യണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ആളിന് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് മുറിയിൽ പോയി പ്രാർത്ഥിച്ച് വിശ്രമിക്കുക. വെള്ളമോ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. 11 മണിയോടെ ഉച്ചപൂജ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്നും കിട്ടുന്ന ഉണക്കലരി ചോറ് ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് കഴിക്കാം. പിന്നെ രാത്രിയും ഇതുപോലെ ചോറ് വാങ്ങി കഴിക്കാം. ഇടയ്ക്ക് മറ്റ് ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ഒന്നും തന്നെ കുടിക്കാൻ പാടില്ല. ചിലർക്ക് ഛർദിലും ലൂസ് മോഷനും ഉണ്ടാകും. ഛർദിച്ചാലും വയറ്റിൽ നിന്ന് പോയാലും
വല്യെണ്ണ ഒട്ടും പുറത്തു പോകുന്നില്ല എന്നതും ഒരത്ഭുതം തന്നെയാണ്. കുടിച്ചു കഴിയുമ്പോൾ തന്നെ സർവ്വ നാഡീഞരമ്പുകളിലും വ്യാപിച്ചു കഴിയും. അവരുടെ ശരീരം മുഴുവനും വസ്ത്രത്തിനുമൊക്കെ എണ്ണയുടെ ഗന്ധമാണ്. ഇത് ഇവരുടെ നാഡീഞരമ്പുകളിലേക്ക് ബാധിക്കുന്നു എന്നുള്ളത് ഡോക്ടർമാർ പരിശോധിച്ച് അറിഞ്ഞതാണ്. എണ്ണ അണ്ണാക്കിലോട്ടാണ് ഒഴിക്കുന്നതെന്നാലും ഇവരടുത്ത് വരുമ്പോൾ എണ്ണയുടെ ഗന്ധം വരത്തില്ല എന്നുള്ളതും ഒരത്ഭുതമാണ്. 2ാമത്തെ ദിവസം തൊട്ട് 5 ദിവസം വരെ കുളി പാടില്ല. കാലും മുഖവും കഴുകി വസ്ത്രം മാറി നടയിൽ വന്നിരുന്നാൽ തലേ ദിവസത്തെ പോലെ എണ്ണ തരും. ആഹാര രീതിയും പതിവ് രീതി. പഥ്യം കഴിയുന്നത് വരെ വെള്ളമോ ചായയോ ഒന്നും കുടിക്കാൻ പാടില്ല. ദാഹമോ പരവേശമോ ഉണ്ടായാലും ജലപാനം പാടില്ല എന്നത് അയ്യപ്പൻ്റെ തീരുമാനം തന്നെയാണ്. ദോഷം വന്നാൽ ഇതിന് മറുമരുന്നില്ല. 6ാം ദിവസം മുതൽ പൊടിയരിക്കഞ്ഞി കുടിക്കാം. വൈകിട്ട് ചോറും കഴിക്കാം. കറികളൊന്നും തന്നെ പാടില്ല. ഇന്ദുപ്പും കുരുമുളകും മാത്രം. 7ാം ദിവസം എണ്ണ തേച്ച് കുളിക്കാം. 3 നേരം ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഉണക്കലരി ചോറ് കറിയൊന്നുമില്ലാതെ പതിവ് രീതിയിൽ കഴിക്കാം. 21 ദിവസം കഴിഞ്ഞാൽ ഇന്ദുപ്പും കുരുമുളകും ചേർത്ത നാരങ്ങയോ കണ്ണിമാങ്ങയോ ഉപ്പിലിട്ടത് കഴിക്കാം. പഥ്യം 31 കഴിഞ്ഞാൽ ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് ചേനമുളകൃഷ്യം കൂട്ടാം. വാളൻ പുളിയും കഴിയുന്നതും ഒഴിവാക്കണം. മുളകൃഷ്യത്തിൽ കുടംപുളി അല്പം ചേർക്കാം. 41 ദിവസം കഴിഞ്ഞാൽ രാവിലെ പാൽക്കഞ്ഞി കുടിക്കാം. വാളൻ പുളിയും വറ്റൽമുളകും ഉപയോഗിക്കാതെ. പച്ചക്കറി കൂട്ടാൻ അല്പാൽപ്പം കഴിച്ചു തുടങ്ങാം. ഈ ഔഷധം സേവിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. അവിടെയുള്ള കർഷകരിൽ ഭൂരിഭാഗം പേരും കർക്കിടക മാസത്തിൽ ഈ എണ്ണ സേവിക്കാറുണ്ട്. കാരണം ആ സമയത്ത് മഴക്കാലമാണ്. അപ്പോൾ ദാഹം തോന്നത്തുമില്ല. വയലിൽ ജോലിയും കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഔഷധ സേവ ഇന്നും പലരും വന്ന് സേവിച്ചു പോകുന്നത് കാണാറുണ്ട്. ഈ എണ്ണ ഉണ്ടാക്കുന്ന ആളിനെ എണ്ണ വല്യച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വാർദ്ധക്യത്തിൽ ഭഗവാന്റെ സാക്ഷാത്കാരത്തിൽ മുക്തി ലഭിച്ച് പരലോക പ്രാപ്തനായി. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ക്ഷേത്രത്തിന് വെളിയിൽ പുരോഭാഗത്തായി ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠിച്ച് അണക്കെഴുത്ത് വല്യച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നും ക്ഷേത്രത്തിൽ നിന്നും ദീപം തെളിയിച്ച് ആരാധിക്കുന്നു. ഭഗവാന്റെ അയ്യപ്പൻ്റെ അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്. അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി പറയാം. എല്ലാവർക്കും നമസ്കാരം.